നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് AI ടൂൾസും ആ AI ടൂൾസ് എങ്ങനെയാണ് നമ്മുടെ വർക്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ, സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഒക്കെ യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം പല ടൈപ്പിലുള്ള AI ടൂൾസുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും അതോടൊപ്പം തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീഡിയോ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഓരോ AI ടൂൾസുകൾ യൂസ് ചെയ്യാവുന്നതാണ്. സോ എങ്ങനെയാണ് നമ്മൾ AI ടൂൾസുകൾ നമ്മുടെ സിറ്റുവേഷനിലാണ് നമ്മൾ AI ടൂൾസുകൾ യൂസ് ചെയ്യുന്നത്, അങ്ങനെ കുറച്ച് AI ടൂൾസിനെ പറ്റിയും അതിൻ്റെ യൂസസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയാം, നമുക്ക് ഒരു ബിസിനസ്സിന് അതിനൊരു വെബ്സൈറ്റ് നമുക്ക് വളരെയധികം ആവശ്യമായിട്ടുണ്ട്. സോ ഒരു വെബ്സൈറ്റൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോണ്ടൻറ്റുകൾ വേണം. അതായത് അതിൻ്റെ ഓരോ പേജസിലും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള കോണ്ടൻറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഈ AI ടൂൾസുകൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ChatGPT അല്ലെങ്കിൽ ഗ്രോക്ക്, ഡീപ്സീക്ക് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് AI ടൂൾസുകളുണ്ട്. ഈ AI ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ പ്രോംപ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് അവരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ കോണ്ടൻറ്റുകൾ ഈ ഒരു AI ടൂൾസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. ആ AI ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കതിനകത്ത് SEO ഒപ്റ്റിമൈസ്ഡ് ആയ രീതിയിൽ കീവേഡ്സുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് നല്ല കണ്ടൻറ്റുകൾ ഈ AI ടൂൾസുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. സോ അങ്ങനെ നമുക്ക് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് AI ടൂൾസുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് നല്ല കൃത്യമായും അതോടൊപ്പം തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇവർ നമുക്ക് അല്ലെങ്കിൽ AI ടൂൾസുകൾ നമുക്ക് കോണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് തരും. സോ അങ്ങനെ നമുക്ക് കോണ്ടൻറ്റുകൾ, വെബ്സൈറ്റിലേക്ക് ആവശ്യമായ കോണ്ടൻറ്റുകൾ, ലാൻഡിംഗ് പേജസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് കീവേഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ AI ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കോണ്ടൻറ്റുകൾ പ്രിപ്പയർ ചെയ്തെടുക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആഡ് കോപ്പീസ്, അതായത് നമ്മൾ മെറ്റയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നമ്മൾ ആഡ് റൺ ചെയ്യുന്ന നേരത്ത് നമുക്ക് വേണ്ട സെർച്ച് ആഡിലൊക്കെ നമുക്ക് വേണ്ട ഹെഡ്ലൈൻസ്, ഡിസ്ക്രിപ്ഷൻ അതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഹെഡ്ലൈൻസ്, ഡിസ്ക്രിപ്ഷൻ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിന് നമുക്ക് വേറെയും ഒരുപാട് AI ടൂൾസുകളുണ്ട്. ChatGPT, ഡീപ്സീക്ക് ഇതല്ലാതെ കൂടാതെ നമുക്ക് പെർപ്ലസിറ്റി എന്ന് പറയുന്ന ഒരു AI ടൂളുണ്ട്. copy.ai എന്ന് പറഞ്ഞ ടൂളുണ്ട്. ആ AI ടൂൾസുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന് ആവശ്യമായ കോണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ആഡ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം, ആഡ് കോപ്പീസ് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇമേജസ്, നമ്മളൊരു സോഷ്യൽ മീഡിയ ക്രിയേറ്റീവ് സ്റ്റാറ്റിക് ആയിട്ടുള്ള പോസ്റ്റേഴ്സുകൾ ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് വേണ്ട ഇമേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം ടൂൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മിഡ്ജേർണി യൂസ് ചെയ്യാം. നമുക്ക് മെറ്റയുടെ AI ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള ഇമേജസ് ആണ് വേണ്ടത് എന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതനുസരിച്ച് നമുക്ക് ഏത് ടൈപ്പിലുള്ള ഇമേജസ് ആണ് വേണ്ടതെന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അതനുസരിച്ച് അവർ നമുക്ക് ആ ഇമേജസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. സോ ഇനി വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും നമുക്ക് വീഡിയോസ് ജനറേറ്റ് ചെയ്യാനുള്ള ടൂൾസുകൾ, AI ടൂളുകൾ നമുക്ക് ലഭ്യമാണ്. നമുക്കിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു Qwen.ai എന്ന് പറയുന്ന ആ ഒരു ടൂൾ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വീഡിയോസും ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് ചിലതിലൊക്കെ പെയ്ഡാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന്, ക്രെഡിറ്റ് കുറച്ച് മാത്രമേ കിട്ടത്തുള്ളൂ, അതിനുശേഷം പെയ്ഡിലാണ്. ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല AI ഏജൻറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ SEO പ്രോസസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ SEOയുടെ വെബ്സൈറ്റ് ഓഡിറ്റൊക്കെയാണ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്നത്. ആ ഇനിഷ്യൽ സ്റ്റേജിൽ വെബ്സൈറ്റ് ഓഡിറ്റുകളൊക്കെ നിങ്ങൾക്ക് വേഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ മേനസ് എന്ന് പറയുന്ന ഒരു AI ഏജൻ്റ് ഉണ്ട്. ആ AI ഏജൻറ്റ് ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റുകൾ ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സോ ആ ഒരു AI ഏജൻറ്റ് തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിലൊരു ലാസ്റ്റ് ഒരു ഫൈനൽ ഔട്ട്പുട്ട്, ഒരു റിപ്പോർട്ടായിട്ട് അവർ തന്നെ നമുക്ക് ബിൽഡ് ചെയ്ത് തരും. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും നമുക്കതിൽ നിന്ന് കിട്ടുന്നത്. അതിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മേനസ് എന്ന് പറയുന്ന AI ഏജൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് SEOയുടെ പ്രോസസ്സുകൾ ചെയ്യാവുന്നതാണ്.
സോ ഇവിടെ നല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യൂസ് ചെയ്തുകൊണ്ട് വർക്കിൻ്റെ ആ ഒരു വർക്ക് ലോഡ് അല്ലെങ്കിൽ വർക്കിൻ്റെ ആ ഒരു ടൈമെല്ലാം നമുക്ക് ഒരുപാട് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഒരുപാട് ടൂൾസുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. മാത്രമല്ല നമുക്ക് ഇനി പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇമേജസ് ക്രിയേറ്റീവ്സ് ചെയ്യാനായിട്ടാണെങ്കിൽ ChatGPTയുടെ പ്രീമിയം വേർഷൻസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ നമുക്ക് ഇതുപോലുള്ള സ്റ്റാറ്റിക് പോസ്റ്റേഴ്സുകൾ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ധാരാളം ഫീച്ചേഴ്സാണ് ഓരോ ടൂൾസിനുണ്ട്. ഇനിയും ധാരാളം ടൂൾസുകളുണ്ട് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ടൂൾസുകളുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് ഈ ഒരു പറഞ്ഞ ടൂൾസുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ടൂൾസുകളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് കൂടുതൽ സ്മൂത്ത് ആക്കുന്നതിനും നമ്മുടെ വർക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുന്നതിനായിട്ടൊക്കെ ഒരുപാട് ബെനിഫിറ്റാണ് ഈ ടൂൾസുകളെല്ലാം എന്ന് പറയുന്നത്. ഇനിയും ധാരാളം ടൂൾസുകൾ നമുക്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ധാരാളം ലഭ്യമാകും. സോ ഇതൊക്കെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്, അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതുമായ ഒരുപാട് ടൂൾസുകളുണ്ട്. ഇതെല്ലാം മാക്സിമം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വർക്ക് കൂടുതൽ വളരെ മികച്ച രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ഓരോ ടൂൾസിൻ്റെയും ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ടൂൾസുകൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ടൂൾസുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റൊക്കെ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഓരോ ടൂൾസിനെ പറ്റിയും പഠിക്കുക. നേരത്തെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലെല്ലാം ടൂൾസിനെ പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി കൂടുതൽ ടൂൾസും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്ഡേഷനും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.